രാത്രിയിൽ ജോലി ചെയ്യുന്നത് അത്ര സിമ്പിൾ കാര്യമാണോ? പലരും രാത്രി ജോലി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? പലർക്കും പല കാരണങ്ങളായിരിക്കും പറയാനുണ്ടാവുക. കോഴിക്കോട്ടെ രാത്രിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് മനുഷ്യരെ നമുക്ക് കാണാം. രാത്രിയിൽ മൂടിപ്പുതച്ച് കിടന്നുറങ്ങാൻ എന്തൊരു സുഖമാണല്ലേ. എന്നാൽ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കായി ജോലി ചെയ്യുന്ന അനേകം മനുഷ്യരുണ്ട്. രാത്രിയെ മനോഹരമാക്കുന്ന ആ മനുഷ്യരെ തേടുകയാണ് നമ്മൾ. ഇപ്പോൾ സമയം രാത്രി 1 മണി. ഈ 1 മണി സമയത്തും കോഴിക്കോട്ടെ ഈ സലൂണിൽ ചില ചെറുപ്പക്കാർ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 24 സലൂൺ നമുക്ക് കോഴിക്കോട് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ഷോപ്പ് തുടങ്ങിയത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു, ഞങ്ങൾ 24 അങ്ങനെ തുടങ്ങിയാലോ എന്ന്. കോഴിക്കോട് ആദ്യമായിട്ടാണല്ലോ. വരുന്ന ക്ലയൻറ്റ് ഒട്ടുമിക്ക ക്ലയൻറ്റും രാത്രി 10 മണി to 10 മണി വരെയൊക്കെ വർക്കുകളാണ്. അപ്പോൾ പൊതുവെ സലൂൺസിലൊക്കെ ക്ലോസ് ആയിരിക്കുമല്ലോ. രാത്രിയിൽ ഈ സലൂൺ ഇങ്ങനെ ഓണായിരിക്കുന്നു എന്നത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. മലയാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും. ഫുൾ മലയാളീസ് ആകുമ്പോൾ കൺസൾട്ട് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. മലയാളികൾക്ക് രാത്രി ജോലി ചെയ്യാൻ അങ്ങനെ മടിയൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ മടിയൊന്നുമില്ല. എല്ലാവർക്കും അതല്ലേ വേണ്ടത്. ഇപ്പം എവിടെയും മലയാളീസ് ഇല്ലല്ലോ അധികം. ഇവിടെ ഫുൾ ടൈം മലയാളീസാണ്. അതും സമയം രാത്രി 2 മണി. ഈ 2 മണി സമയത്തും എനിക്ക് പിറകിൽ കാണുന്ന ഈ അത്യാഹിത വിഭാഗത്തിൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടുന്ന നഴ്സുമാരുണ്ട്. അവരെയും ഒന്ന് കാണണ്ടേ. ഉറക്കം ആണ് നമ്മളെ കംപ്ലീറ്റ് ഡേ ആൻഡ് നൈറ്റ് ആ ഒരു റൊട്ടീൻ മൊത്തത്തിൽ തെറ്റും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് സമയത്ത് നമ്മൾ കൂടുതൽ നേരം പേഷ്യൻ്റ് ലൈഫിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചില പേഷ്യൻ്റ് ആൽക്കഹോളിക് ഇതായിട്ട് വന്ന് നമ്മളോട് ഇതാക്കാറുണ്ട്. നമ്മൾ എത്ര കാമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു, ചിലപ്പോൾ അവർക്കത് മനസ്സിലാകണമെന്ന് ഇല്ല. ശീതീകരിച്ച മുറികളിൽ മാത്രമല്ല രാത്രിയിൽ തൊഴിലെടുക്കുന്നവരുള്ളത്. രാത്രി ഏറെ വൈകിയും നമ്മുടെ നഗരങ്ങളെല്ലാം ചില മനുഷ്യർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഇപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ രാത്രിയത്തെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് കോർപ്പറേഷൻ്റെ മെച്ചമുണ്ട്. പുലർച്ചയ്ക്ക് ആൾക്കാർ ഇറങ്ങുമ്പോൾ നഗരം വൃത്തിയായി നിൽക്കുകയാണല്ലോ. അതിൻ്റെ ഒരു അഭിമാനം കോർപ്പറേഷനുണ്ട്. അതിനെക്കൊണ്ട് കോർപ്പറേഷൻ അവാർഡുകൾ കിട്ടുന്നുണ്ട്. മൊത്തം മാലിന്യമാണ്, നല്ല പ്രയാസമാണ് പണി. രാത്രിയിൽ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൂടുതലുണ്ട്. പകൽ അനുസരിച്ച് ചൂടിച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. ബ്ലോക്കുകളൊക്കെ കൂടുതൽ തന്നെയാണ്. വണ്ടികൾ രാത്രി വണ്ടി തിരക്ക് കൂടുതലാണ്. ഇപ്പം ഉറക്കം വലിയ കുഴപ്പമില്ല. രാത്രി ഓടിച്ച് ശീലമായതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. രാത്രിയിൽ ഉറങ്ങാത്ത മനുഷ്യർക്കായി ഭക്ഷണം എത്തിക്കുന്ന അനേകം ഡെലിവറി ബോയ്സ് ഉണ്ട്. പാതിരാത്രിയിൽ അവർ വാഹനം ഓടിക്കുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ് അവരെയും കാത്തിരിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് പറയുമ്പോൾ കുറച്ച് ഓവർ ലേറ്റായി ആൾക്കാർ കുറവായിരിക്കും. പിന്നെ കംഫർട്ടബിളാണ്, നല്ല സുഖം ഓടിക്കാൻ. പിന്നെ ഇടയ്ക്ക് തെരുവുനായ്ക്കളൊക്കെ ഉണ്ടാവും, ചില ഇടവഴികളൊക്കെ. ഞാൻ യൂണിഫോം ഇല്ലാതെ ഓടിക്കുന്നത്. അങ്ങനെ തെറ്റായ രീതിയിൽ ഒരു കാണും ചില ടൈമൊക്കെ. ഓലെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫോൺ ചെയ്ത് നിൽക്കായിരിക്കും. പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ജീവിതത്തിന് കരുത്തായി മാറുന്ന അധ്വാനത്തിന്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ സമയം പുലർച്ചെ 3 മണി. കണ്ട കാഴ്ചകളേക്കാൾ കാണാത്ത കാഴ്ചകളാണ് അനവധിയുള്ളത്. ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.